ഞാൻ സായി കൃഷ്ണ. ഞാൻ ജയരാജ് സാറിൻ്റെ അസോസിയേറ്റാണ് 3 വർഷമായിട്ട്. കൂടാതെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. IFFKയുടെ എക്സ്പീരിയൻസ് കൊണ്ടും IFFK എനിക്ക് തന്ന ആ പ്രോത്സാഹനം കൊണ്ടും ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ ലക്ഷ്യ സിനിമയായിരുന്നു, ഡയറക്ഷനായിരുന്നു. ഇവിടുന്ന് തന്നെ ഞാനൊരു സിനിമ ഇവിടുന്ന് തന്നെ പ്രൊഡ്യൂസറെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്റ്റ് ചെയ്തൊരു സിനിമ സീ ഓഫ് ലവ്, വിൻ റീൽസിൻ്റെ ബാലൻ ജിബിനു പ്രൊഡ്യൂസ് ചെയ്ത് ഞാനൊരു സിനിമ ചെയ്തു. ദിൽഷയും മീര നായരൊക്കെ മെയിൻ ക്യാരക്ടറായിട്ട്. അപ്പോൾ IFFK എനിക്ക് വളരെയധികം പ്രചോദനമാണ്. അതായത് ഇവിടെ വരുന്ന ഓരോ വർഷവും ആ സമയം വരാൻ കാത്തിരിക്കും ഞാൻ. ഇവിടെ വരുമ്പോൾ കാണുന്ന മുഖങ്ങൾക്ക് എല്ലാത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട്. എല്ലാവരുടെയും ഫേസിൽ നമ്മുടെ സ്വപ്നങ്ങളാണ്, പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട സ്വപ്നങ്ങളായതുകൊണ്ട് തന്നെ ഒരേ വൈബാണ് ഇവിടെ വരുമ്പോൾ, ഒരേ എനർജിയാണ്. ഇവിടുന്ന് ആണ് എനിക്ക് എൻ്റെ സിനിമയിലേക്കുള്ള പല പല സിനിമകൾ കണ്ടും പലരുമായിട്ട് ചർച്ച ചെയ്തും പലരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുമാണ് എൻ്റെ സീ ഓഫ് ലവ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെ ഒരു കണ്ടൻ്റ് ആയിരുന്നു അത് ഞാൻ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ IFFK എനിക്ക് ഒത്തിരി പ്രചോദനം നൽകി. അതായത് ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ സൗഹൃദങ്ങളെയും ഇവിടെ പരസ്പരം ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖങ്ങളെയും കണ്ടുകൊണ്ട് വളരെ അതായത് പ്രത്യേകിച്ച് ആരും തുണയില്ലാതെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ പോലും ഇവിടുത്തെ സൗഹൃദത്തിൻ്റെ ബലത്തിൽ ഞാനും ഒരു സിനിമ ചെയ്തു. അതാണ് എൻ്റെ IFFKയിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. എല്ലാ വർഷവും IFFKയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമ കാണുക മാത്രമല്ല, സിനിമ ഞാൻ കുറച്ചേ കാണുകയുള്ളൂ, ബാക്കിയെല്ലാം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ വരുമ്പോൾ നമ്മൾ തനിച്ച് വന്നാലും തനിച്ചാണെന്ന് തോന്നില്ല. ചിരിക്കാൻ മറക്കാത്ത മുഖങ്ങളാണ്. ആര് കണ്ടാലും ചിരിക്കും, ആര് കണ്ടാലും ഒന്ന് ഷെയ്ക്കാൻഡ് തരും. ഭയങ്കര എനർജിയാണ് ഇവിടെ. ഇല്ല, കവിതയൊന്നുമില്ല, ഞാൻ വായിക്കുമായിരുന്നു കുട്ടിക്കാലം മുതൽ. പിന്നെ ഒരു സ്ട്രഗിൾ ചെയ്ത് വന്ന ആളല്ലേ, അതെ. ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അനുഭവങ്ങളെയൊക്കെ നമ്മൾ അപ്പം പ്രതികരിച്ച് മറന്നു കളയുകയാണ്. ഒന്നും പുതിയ സമൂഹത്തിനോട് പുതിയതായിട്ട് വളർന്നു വരുന്ന അവരോട് എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? ആരോടാണ്? സ്ത്രീകളോടാണോ അതോ സമൂഹത്തോടാണോ? പ്രത്യേകിച്ച് ഞാൻ അതിലൊരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ അവളോടൊപ്പമാണോ പറയാൻ മടിയുള്ളതുകൊണ്ടാണ് അത് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും പുതിയ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്? നമ്മൾ സ്വയം തിരിച്ചറിയുക, സ്വയം വിലയിരുത്തുക, മറ്റുള്ളവരെ തിരിച്ചറിയാൻ പഠിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും എടുത്തു ചാടാതെ മറ്റുള്ളവരെ വാക്കിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ണിലെ എനർജി മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം തന്നെ സ്വയം അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് വരില്ല. നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ ധ്യാനം കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും ലോകത്തെ, അതായത് ഈ പ്രപഞ്ചത്തെ അറിയുന്നത് കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്വയം അറിയുക, സ്വയം വിലയിരുത്തുക, എന്നിട്ട് മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ പരിപാടിയും സെൽഫി എടുക്കുന്നുണ്ടോ?